മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, രക്തം ചിതറിയ ചുവരുകൾ കാണാം. ഇങ്ങനെ നീളുന്ന കവിവാക്യം ശരിയല്ലേ കൂട്ടുകാരെ? സുഹൃത്തുക്കളെ, 24 വയസ്സുള്ള അഫാനും 24 വയസ്സുള്ള ഗ്രീഷ്മയും അടങ്ങുന്ന യുവതലമുറ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഈ കവിവാക്യത്തിലേക്കാണ്. അന്ന് ഗ്രീഷ്മയെക്കുറിച്ച് സഹപാഠികളും പരിചിതരും പറഞ്ഞു, നല്ല കുട്ടിയാ, നന്നായി പഠിക്കുന്ന കുട്ടിയാ. ഇന്ന് അഫാനെക്കുറിച്ച് ആശാവർക്കറുടെ വാക്കുകൾ ഇങ്ങനെ: എന്നും പള്ളിയിൽ പോകും, നോമ്പ് നോൽക്കും, എല്ലാവരോടും നന്നായി സംസാരിക്കും, സൗമ്യനായ ഒരു ചെറുപ്പക്കാരൻ. ഇതിപ്പോൾ ആനയ്ക്ക് മദപ്പാട് വന്ന പോലെയായി. കുറ്റം ചെയ്യുന്നവർ എല്ലാവരും നല്ലവർ തന്നെ. മദപ്പാടില്ലാത്തപ്പോൾ എത്രയോ നല്ല ജീവിയാണ് ആന എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ആരെ എവിടെ വെച്ച് എന്തിന് വെട്ടും, കുത്തും, കത്തിക്കും, വലിച്ചു കീറും എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു കാലം. വിളഞ്ഞു നിൽക്കുന്ന നെല്ല് കൊയ്യുന്ന ആവേശത്തിലല്ലേ അഫാൻ ആ ക്രൂരകൃത്യം ചെയ്തത്? എന്തായിരിക്കും അഫാന് പ്രചോദനമായത്? എന്തു പറ്റി നമ്മുടെ ചെറുപ്പക്കാർക്ക്? അമ്മയെയും പെങ്ങളെയും സഹോദരനെയും പിതൃമാതൃസ്ഥാനക്കാരെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മുടെ ചെറുപ്പക്കാർക്ക് അവരുടെ ചിന്തകൾക്ക്, കണ്ണുകൾക്ക്, ബുദ്ധിവികാസത്തിന് തിമിരം ബാധിച്ചുവോ കൂട്ടുകാരെ? ആരൊക്കെ ആയിരിക്കാം നമ്മുടെ ചെറുപ്പക്കാരെ ഇങ്ങനെ മാറ്റിമറിച്ചത്? സോഷ്യൽ മീഡിയ, രാഷ്ട്രീയ മേധാവിത്വങ്ങൾ, ലിബറലിസത്തിൻ്റെ വക്താക്കൾ, ഇവർക്കൊന്നും ഇതിൽ പങ്കില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? ആസ്വദിക്കണം, അർമാദിക്കണം എന്നതിലുപരി ഒരു ചിന്തയില്ലാത്ത പുതുതലമുറയുടെ നാശത്തിന് മുൻപിൽ കാഴ്ചക്കാരാകാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ. മക്കളെ വളർത്താൻ അറിയാത്ത മാതാപിതാക്കൾ, വടിയെടുക്കുന്ന അധ്യാപകർക്ക് കൂച്ചുവിലങ്ങിടുന്ന നിയമങ്ങൾ, നന്മ, സത്യം, ധർമ്മം, കർമ്മം, സ്വർഗം എന്ന് പറയുന്നവരെ പരിഹസിക്കുന്ന സമൂഹം, ഇവയിലൊന്നിൽ ഉൾപ്പെടുന്നതാണല്ലോ സാമൂഹ്യ ജീവി എന്ന നിലയിൽ നാം ഓരോരുത്തരും. ഓർക്കുക, നാം പ്രോത്സാഹിപ്പിക്കുന്നത് ചോരയോടും കാമത്തോടും കൊലപാതകത്തോടും മാത്രം ആർത്തിയുള്ള ഒരു പുതുതലമുറയെയാണ്. പണമുണ്ടാക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ചെറുപ്പക്കാർ അടങ്ങുന്ന ഒരു സമൂഹത്തെയാണ്, അതിലുപരി ഒരു ഭാവിയെയാണ്. ഗ്രീഷ്മ, ഋതുജയൻ, അഫാൻ എന്നിങ്ങനെ അനേകം വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിച്ചു നോക്കണം. ലഹരിയും വയലൻസും തോന്നിയവാസങ്ങൾക്ക് ഹീറോ പരിവേഷം നൽകുന്ന സിനിമകളും സോഷ്യൽ മീഡിയ സ്വാധീനങ്ങളും എല്ലാം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ കണ്ണിനും തിമിരം ബാധിച്ചിട്ടുണ്ടോ? വരണം കൂട്ടുകാരെ, മാറ്റങ്ങൾ വരണം, വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ നാം അടങ്ങുന്ന പുതുതലമുറയുടെ അധപതനം നാം കാണേണ്ടി വരും. അതിൽ നാം പങ്കുകാർ ആകേണ്ടി വരും. ഒരിക്കൽ കൂടി ആ കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ